അമേരിക്കൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടാണ് മേയർ മടങ്ങിയെത്തുന്നത്. ഇപ്പോഴിതാ ഭരണസമിതി അംഗങ്ങളും കോർപ്പറേഷൻ ജീവനക്കാരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. പൂച്ചെണ്ടുകളും ഒക്കെ നൽകി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ BJPയുടെ അഭിമാനമായ മേയർ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു താൻ അമേരിക്കയിൽ പോയി എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിക്കും, അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആവശ്യമായ ഇടങ്ങളിലൊക്കെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. ന്യൂയോർക്കിലടക്കം സന്ദർശനം നടത്തുന്ന ന്യൂയോർക്കിലെ മേയറിനെ അടക്കം കാണുന്ന VV രാജേഷിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലാവരും ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. പ്രശാന്ത്, അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വരവേൽക്കുന്നത് കോർപ്പറേഷൻ അംഗങ്ങൾ? അശ്വതി, 10 ദിവസത്തെ അമേരിക്ക സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മേയർ തിരുവനന്തപുരം നഗരസഭയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ മറ്റ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ, ഭരണപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിലോടൊപ്പം തന്നെ കോർപ്പറേഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള സ്വീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൊക്ക നൽകിയും അതോടൊപ്പം തന്നെ ഷാൾ അണിയിച്ചുമെല്ലാം സ്വീകരിക്കുകയാണ് മേയറെ. 10 ദിവസത്തെ അമേരിക്ക സന്ദർശനമാണ്. ആ സന്ദർശനത്തിന് ശേഷമാണ് മേയർ ഇവിടേക്ക് എത്തുന്നത്, നഗരസഭയിലേക്ക് എത്തുന്നത്. വലിയ സ്വീകരണമാണ് എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാകുന്നത്. കോർപ്പറേഷൻ ജീവനക്കാരടക്കം മേയറെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ്, ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. 10 ദിവസത്തെ അമേരിക്ക സന്ദർശനം, അതിൽ ഒട്ടേറെ കാര്യങ്ങൾ, ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒക്കെ ആ കാര്യങ്ങളിലെല്ലാം ഈ യാത്രയിലൂടെ ഒരുപാട് തീരുമാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. മേയറെ, 10 ദിവസത്തെ സന്ദർശനമായിരുന്നു അമേരിക്ക സന്ദർശനം. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ കാര്യങ്ങൾ ഈ യാത്രയിലൂടെ നിങ്ങൾ നൽകാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഈ യാത്രയുടെ. അല്ല, ചില കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടത്താൻ സാധിച്ചു. ഇനി അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ട് മെറ്റീരിയലൈസ് ചെയ്തെടുക്കണം. ഓക്കെ, എങ്ങനെ കാണുന്നു ഈ യാത്രയെ? ഇത്രയും ദിവസത്തെ യാത്ര ഒരു വലിയ തിരക്കിട്ട യാത്ര തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ തിരക്കിട്ട യാത്ര തന്നെയായിരുന്നു. അതിലൊരു ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു, ചർച്ച ചെയ്യാനൊക്കെ കഴിഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പല മേഖലയിലും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. എല്ലാ കൗൺസിലേഴ്സിനെ എത്രത്തോളം പോസിറ്റീവായിട്ട് കാണുന്നു? ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കാരണം നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ടാലും ശരി, ഇവിടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളായാലും ശരി, അതോടൊപ്പം തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ കാര്യങ്ങൾ നമ്മളിവിടെ മെച്ചമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്ത് നടപ്പിലാക്കേണ്ട IT മേഖലയിലൊക്കെ. ഞാൻ മലയാളികളിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തത്. ഇവിടെ നിന്ന് അവിടെ പോയി വിജയിച്ച മലയാളികളിൽ അവരൊക്കെ പലരും വരാനും സഹായിക്കാനൊക്കെ തയ്യാറാണ്. ഈ ഹോസ്റ്റലിലടക്കം ഒരു സഹോദര 1-2 മേയർമാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിലൂടെ ഒന്ന് ഇവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട്, ഉദ്യോഗസ്ഥരുമായിട്ട്, സംസ്ഥാന സർക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവ് നൽകിയത്. തീർച്ചയായിട്ടും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, മറ്റു യാത്രകൾ നടത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒട്ടേറെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നൊക്കെ അങ്ങ് തീരുമാനങ്ങളിലോട്ടൊന്നും എത്തിയിട്ടില്ല. സജഷൻസ് പറഞ്ഞു, പലരും അംഗീകരിച്ചു ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ നഗരസഭയുടെ തന്നെ സമൂലമായ ഒരു മാറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ യാത്ര പോസിറ്റീവായിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള ആലോചനയാണുള്ളത്. ഓക്കെ, അതുതന്നെയാണ് അശ്വതി. 10 ദിവസത്തെ യാത്രയായിരുന്നു. ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. ഒട്ടേറെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരുണ്ട്, ഈ മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടേറെ വിദഗ്ധരുണ്ട്. ആ വിദഗ്ധരുമായിട്ടൊക്കെ സംസാരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. നമുക്കറിയാം, പണ്ട് ഇവിടം പല മേയർമാരും ഭരിച്ചിരുന്നു. അവരൊക്കെ വിദേശ യാത്രകളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇതിലൊന്നും യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടാക്കാതെയാണ് എത്തിയത്. മറ്റ് ഒരു യാത്രയായി മാത്രമാണ് മടങ്ങിയതെങ്കിൽ അല്ലെങ്കിൽ മാറിയതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒട്ടേറെ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുന്നു. തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നങ്ങൾ, തിരുവനന്തപുരത്തിൻ്റെ ഭാവിയിൽ ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങൾ സാധ്യമാക്കണം, അതോടൊപ്പം തന്നെ ഏതൊക്കെ മേഖലകളിൽ തിരുവനന്തപുരത്ത് നഗരത്തെ ഒരു മാതൃകാ നഗരമാക്കി മാറ്റാൻ സാധിക്കും ഭാവിയിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശാലമായ ചർച്ചകൾ നടന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം IT മേഖലയായിക്കോട്ടെ, തിരുവനന്തപുരം തലസ്ഥാനമാണെങ്കിൽ പോലും ഈ തലസ്ഥാനത്തിന് അർഹിക്കുന്നൊരു പരിഗണന ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നായാലും ശരി, ഈ തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നാലും ശരി നൽകിയിരുന്നില്ല. കാരണം തലസ്ഥാന നഗരം ഇങ്ങനെയാണോ എന്നൊരു ചോദ്യം പല ഭാഗത്തു നിന്നും
നിന്നും ഉയർന്നു ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളുടെ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ തമിഴ്നാട് ആയിക്കോട്ടെ, അവിടെയൊക്കെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഏറ്റവും വിപുലമായ വിശാലമായ ഏറ്റവും വലിയ ഹൈടെക് സിറ്റിയായിട്ട് മാറിയിട്ടുള്ളതെല്ലാം അവിടുത്തെ തലസ്ഥാന നഗരങ്ങളാണ്. ചെന്നൈ ആയാലും ശരി, ബാംഗ്ലൂർ ആയാലും ശരി, ഇതെല്ലാമാണ് അങ്ങനെ മാറിയിട്ടുള്ളത്. എന്നാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു നഗരം അത്തരത്തിൽ വിശാലമായിട്ടുണ്ടോ, വളർന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ സംശയങ്ങൾ വലിയ അർത്ഥവത്തായിട്ടിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. കാരണം അത്ര കാര്യമായ വികസനങ്ങളൊന്നും തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തിന് ആരോഗ്യ മേഖലയായിക്കോട്ടെ, അതോടൊപ്പം തന്നെ IT മേഖലയായിക്കോട്ടെ, മറ്റ് വിഷയങ്ങളിലൊക്കെയുള്ള മറ്റ് ഒട്ടേറെ മേഖലകൾ ഉണ്ട്. ആ ഒട്ടേറെ മേഖലകളിലുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വികസനങ്ങൾ, ഇതൊക്കെ സാധ്യമാക്കാൻ ഈ ഒരു യാത്ര ഉതകും, യാത്ര കൊണ്ട് സാധിക്കുമെന്നതാണ് ഈ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റ് ഹൂസ്റ്റൺ പോലെയുള്ള അമേരിക്കയിലെ നഗരങ്ങൾ, ആ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു നഗരം കൂടിയാണ്. അവിടെയൊക്കെ ആ നഗരവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരമായ ഒരു സഹോദര നഗരം എന്ന നിലയിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ അവിടെ നടന്നിരുന്നു. അങ്ങനെ അവിടെ നിന്നും അവിടുത്തെ മറ്റ് അംഗങ്ങൾ, വിദഗ്ധരൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ചർച്ച നടന്നുകൊണ്ട് ഇത് ഈ യാത്ര ഒരു ഗുണമായി മാറുമെന്നതാണ് ഇതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേയർ ഇവിടെ എത്തിയതിനു ശേഷം കൗൺസിലർമാരുമായി ഇപ്പോൾ സംസാരിക്കുകയാണ്. എല്ലാ കൗൺസിലർമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ കൗൺസിലർമാരുമായി ഇപ്പോൾ മേയർ ഈ യാത്രയ്ക്ക് ശേഷം വന്ന് മേയറുടെ ചേംബറിൽ ഇരുന്നു കൊണ്ട് അവരുമായി സംസാരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയറുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ളവരെല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം മധുരവിതരണം അടക്കം നൽകിക്കൊണ്ട് ഇപ്പോൾ മധുരവിതരണം അടക്കം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ഗുണകരമായിട്ടുള്ള മാറ്റം, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം തന്നെ ഒട്ടേറെ നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അതൊക്കെ ജനകീയമായ രീതിയിൽ മാതൃകയാകുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ തിരുവനന്തപുരം നഗരസഭ. ശരി പ്രശാന്ത്, അങ്ങനെ 10 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ മേയർ ഈസ് ബാക്ക് ടു ഹിസ് ചെയർ, ബാക്ക് ടു ആക്ഷൻ. അങ്ങനെ ഇതാണ് മേയർ, ഇതാകണം മേയർ എന്ന് വീണ്ടും VV രാജേഷ് പറയുകയാണ്. വിദേശ രാജ്യങ്ങളിലെ നഗരഭരണ മാതൃകകൾ വ്യക്തമായി അദ്ദേഹം പഠിച്ചു. പ്രവാസി മലയാളികളുമായി അദ്ദേഹം സംവദിച്ചു. സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം കുറച്ചുകൂടി സ്മാർട്ടായി നടത്താനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഈ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുമായും ചില നഗരങ്ങളിലെ മേയർമാരുമായും അദ്ദേഹം വളരെ വ്യക്തമായി സംവദിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.